ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറയുന്നത് പോലെയാണ് കല്ലടിക്കോട് പനയംപാടം റോഡിന്റെ അവസ്ഥ. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ ഏറ്റവും കൂടുതൽ വാഹനാപകടങ്ങൾ ഉണ്ടായതും നിരവധി പേരുടെ ജീവൻ പൊലിഞ്ഞതും പനയംപാടത്താണ്. റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ സംഭവസ്ഥലത്തെത്തി വാഹനമോടിക്കുകയും റോഡ് നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും ചെയ്തിരുന്നു. തുടർന്ന് 1,35,00,000 രൂപ റോഡിന്റെ പുനർക്രമീകരണത്തിനായി വകയിരുത്തി. പക്ഷേ റോഡിലെ അപാകത മൂലമുണ്ടാകുന്ന അപകടങ്ങൾ പരിഹരിക്കുന്നതിനു പകരം ഉള്ള ഫണ്ട് അടിച്ചുമാറ്റാനായി തിരക്കിട്ട് ഡ്രൈനേജാണ് നിർമ്മിക്കുന്നത് എന്നും വെറുതെ റോഡ് കീറി കോൺക്രീറ്റ് ചെയ്ത് ആർക്കും പ്രയോജനമില്ലാത്ത പ്രവർത്തികളാണ് പുരോഗമിക്കുന്നത് എന്നും ബിജെപി നേതാക്കൾ ആരോപിച്ചു. വേണ്ട സ്ഥലത്ത് റോഡിന്റെ കയറ്റം കുറയ്ക്കുന്നതിന് പകരം ചില താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി പലയിടങ്ങളിലും റോഡിന്റെ കയറ്റം കുറച്ചില്ലെന്നും ബിജെപി നേതാക്കൾ വ്യക്തമാക്കി. റോഡ് അപകടം കുറയ്ക്കണമെന്ന ഒരു ഉദ്ദേശശുദ്ധിയും നിലവിൽ നടക്കുന്ന നവീകരണ പ്രവർത്തനങ്ങളിൽ ഇല്ലെന്നും കുറ്റപ്പെടുത്തി. പനയംപാടം റോഡിന്റെ മിനുസമുള്ള പ്രതലം പലതവണ സ്ക്രബ് ചെയ്തിരുന്നു. എന്നാൽ വീണ്ടും റോഡ് പഴയതുപോലെയായി. വളവുകൾ ഇല്ലാതാക്കുവാനോ കുന്നിടിച്ച് റോഡിന്റെ കയറ്റം ഇല്ലാതാക്കുവാനോ ഒരു ശ്രമവും നടക്കുന്നില്ല. വെറുതെ ഖജനാവ് കാലിയാക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ മാത്രമാണ് നടക്കുന്നത്. ഈ വിഷയത്തിൽ വേണ്ട ഇടപെടൽ നടത്തുമെന്ന് ബിജെപി കരിമ്പ മണ്ഡലം ജനറൽ സെക്രട്ടറി പി.വി. ഗോപാലകൃഷ്ണൻ പറഞ്ഞു. നാഷണൽ ഹൈവേ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായി പനയംപാടത്തെ വിഷയം ചർച്ച ചെയ്യുകയും വിഷയത്തിൽ വേണ്ട പുനർക്രമീകരണങ്ങൾ ഉൾപ്പെടുത്താമെന്ന് ഉറപ്പ് നൽകിയിരുന്നുവെങ്കിലും തുടർ നടപടി ഉണ്ടായില്ലെന്നും ഗോപാലകൃഷ്ണൻ തുടർന്ന് പറഞ്ഞു. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയുടെ പനയംപാടം ജംഗ്ഷന് അടുത്തുള്ള പഞ്ചായത്തിക്ക് തിരിയുന്ന ഈ ഭാഗത്താണ്. ഇവിടെ നിരന്തരമായിട്ട് അപകടങ്ങൾ വരികയും അനവധി ജീവൻ നഷ്ടപ്പെടുകയും ചെയ്ത ഒരു സ്ഥലമാണ് ഇത്. ഇവിടെ കഴിഞ്ഞ വർഷം ഒരു 4 കുട്ടികൾ ദാരുണമായി ഇവിടെ അപകടത്തിൽ മരണപ്പെടുകയുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വിദഗ്ധ സമിതി പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഈ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും തന്നെ ഈ അപകടങ്ങൾ ഒഴിവാക്കുന്ന തരത്തിൽ ഉപയോഗപ്രദമല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആദ്യം പറയാനുള്ളത്. ഇവിടെ ഇപ്പോൾ 1 കോടി രൂപയും ചെലവഴിച്ചിട്ട് നടക്കുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ഹൈറ്റ് കോൺക്രീറ്റ് കുഴിച്ചു മൂടിയിരിക്കുന്ന ഒരു സ്ഥിതിയിലാണ് ഇവിടെ കാണാനുള്ളത്. ഒരു ഗുണവുമില്ലാതെ വളവോ അപകടങ്ങൾക്കോ ഒരു തരത്തിൽ ബന്ധമില്ലാത്ത തരത്തിൽ 100-200 മീറ്റർ നീളത്തിൽ 1 മീറ്റർ ആഴത്തിൽ കോൺക്രീറ്റ് ഇട്ട് കുഴിച്ചു മൂടിയിരിക്കുകയാണ്. ഖജനാവിൽ നിന്ന് ഇങ്ങനെ മുടിച്ചിട്ട് ഇങ്ങനെ നടത്തുന്ന ഈ പ്രവൃത്തി കൊണ്ട് യാതൊരു ഗുണവും ഈ പറയുന്ന അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് ആവില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കൂടാതെ ഇവിടെ 2-3 തവണയായിട്ട് ഉപരിതലം സ്ക്രബ് ചെയ്തിരുന്നു. സ്ക്രബ് ചെയ്ത് ഇപ്പോഴും മിനുസപ്പെടുത്തിയാണ് കിടക്കുന്നത്. ഇത് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരമല്ലാന്ന്, മറിച്ച് 2 സൈഡിലും സ്ഥലങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വളവ് നിവർത്തി കുന്നിടിച്ച് അലൈൻമെന്റ് മാറ്റി വൃത്തിയായിട്ടുള്ള ഒരു പ്രവർത്തനം, ശാശ്വതമായ പരിഹാരമാണ് ബിജെപി ആവശ്യപ്പെടുന്നത്. ഇവിടെ MLA യും MP യും രണ്ട് ഭാഗത്തുമുള്ള ജനങ്ങളുടെ ആവശ്യാനുസരണം, ഇച്ഛാനുസരണം ഇതിനു വേണ്ടി കൊടപിടിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. കൂടാതെ കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി ഞങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ മുമ്പ് ബന്ധപ്പെടുകയുണ്ടായി. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് എത്ര കോടി രൂപ വേണമെങ്കിലും പാസ്സാക്കി തരുന്നതിനോ പ്രവൃത്തി നടത്തുന്നതിനോ കേന്ദ്രം എതിരല്ല. പക്ഷേ ഇവിടുത്തെ പ്രൊജക്ട് തയ്യാറാക്കി സമർപ്പിച്ചിട്ടില്ല നാളിതുവരെ. ഞങ്ങൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിനെ കഴിഞ്ഞ ഒരു 4 മാസങ്ങൾക്ക് മുമ്പ് സന്ദർശിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ വച്ചിരിക്കുന്ന 1 കോടി രൂപയുടെ പ്രവൃത്തി നടക്കട്ടെ, ഇതിന്റെ അലൈൻമെന്റ് മാറ്റി പുതിയൊരു പ്രൊജക്ട് ഉടൻ സമർപ്പിക്കാമെന്ന് പറഞ്ഞ നാളിതുവരെയായിട്ടും ഒരനക്കവും സംഭവിച്ചിട്ടില്ല. ആരുടെയൊക്കെയോ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി LDF-ഉം UDF-ഉം ഇവിടുത്തെ പഞ്ചായത്ത് ഭരണ സമിതി അടക്കം ഇത് ഒത്തുകളിക്കുന്നതായിട്ടാണ് ബിജെപി പറയുന്നത്. 200 മീറ്റർ ദൂരത്തിൽ ആർക്കും പ്രയോജനമില്ലാത്ത വിധത്തിൽ റോഡ് നവീകരണത്തിന്റെ പേരിൽ നടക്കുന്ന തട്ടിപ്പ് അംഗീകരിക്കുവാൻ കഴിയില്ലെന്നും ബിജെപി എഞ്ചിനീയർമാർക്ക് പോലും ഒരു ധാരണയുമില്ലാത്ത തട്ടിക്കൂട്ട് നിർമ്മാണ പ്രവൃത്തിയാണ് പനയംപാടത്ത് നടക്കുന്നതെന്നും ബിജെപി കരിമ്പ ഏരിയ പ്രസിഡന്റ് ജയപ്രകാശ് പറഞ്ഞു. കോഴിക്കോട് പാലക്കാട് ദേശീയപാത അപകട മേഖലയായ അത് എടുത്തു പറയുന്നത് എന്തുകൊണ്ടെന്നാൽ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന അപകടങ്ങളുടെ നിരവധിയായ ഒരു പരമ്പരയെ എടുത്തു പരിശോധിച്ചാൽ അവസാനം നടന്ന 4 കുട്ടികളുടെ മരണം അത് ഈ പ്രദേശത്താണ് നടന്നത്. ഒരു അപകട മേഖലയിൽ ഏത് തരത്തിലാണോ നിർമ്മാണ പ്രവർത്തികൾ ഒരു ദേശീയപാതാ നിർമ്മാണത്തിൽ നടത്തേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ധാരണയില്ലാത്ത കുറേ എഞ്ചിനീയർമാർ അവരുടെ
ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ് ഈ റോഡ് നിർമ്മാണം എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, അപകട മേഖലയിലെ കുന്ന് ഇടിച്ചു നിരത്തി വശങ്ങൾ വീതി കൂട്ടി കൃത്യമായ രീതിയിൽ അവിടെ ഡ്രൈനേജ് നിർമ്മാണം നടത്തി ജനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള യാത്രാ സൗകര്യമുണ്ടാക്കി വാഹനങ്ങൾക്ക് പോകാനുള്ള ഡിവൈഡറുകൾ അത് കൃത്യമായി സ്ഥാപിച്ച് അതുപോലെ റോഡിൻ്റെ പ്രതലം അത് കൃത്യമായ രീതിയിൽ തന്നെ ഇവിടെ നമ്മൾ നന്നാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ റോഡ് മിനുസമാണ്. ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ വാഹനങ്ങൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വണ്ടി വട്ടം ചുറ്റി മറ്റു വാഹനങ്ങളിൽ കഴിഞ്ഞ ദിവസം പോലും ഇടിക്കുകയുണ്ടായി. അപ്പോൾ ഇത്തരം സ്ഥിരമായി അപകടം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയിൽ ഇവിടുത്തെ ദേശീയപാത അതോറിറ്റിയുടെയും അതുപോലെ ഊരാളുങ്കൽ ഈ റോഡ് കോൺട്രാക്ട് എടുത്ത ഊരാളുങ്കൽ സൊസൈറ്റിയുടെയൊക്കെ തട്ടിക്കൂട്ട് പരിപാടി മാത്രമാണ് ഇവിടെ നടക്കുന്നത്. ഈ വിഷയത്തിൽ ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി കൃത്യമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിക്ക് ഞങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരിട്ട് നിവേദനം സമർപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ള മറുപടി വന്നു കഴിഞ്ഞു. ഇവിടെ പുതിയൊരു എസ്റ്റിമേറ്റും പ്ലാനും വെച്ച് കഴിഞ്ഞ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ചിത്രം നിങ്ങൾ തരികയാണെങ്കിൽ അവിടേക്ക് വേണ്ടുന്ന എത്ര വലിയ തുകയാണെങ്കിലും നീക്കിവെച്ച് ആ റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തി വളരെ കൃത്യമായി നടത്തിത്തരാം എന്നുള്ളത് ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇത് ഒരു രാഷ്ട്രീയ വിഷയമല്ല, ഒരു സാമൂഹ്യമായ വിഷയമാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടുന്ന സർക്കാരുകളുടെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. അപ്പോൾ കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള നല്ല ഒരു സമീപനം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. പാലക്കാട് കോഴിക്കോട് ദേശീയപാത പനയമ്പാടത്ത് റോഡിന്റെ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടൽ സാധ്യമാക്കുവാൻ ആവശ്യമായ നീക്കം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ലെന്നും ഗതാഗത മന്ത്രിയും എംപിയും എംഎൽഎയും സംഭവസ്ഥലത്തെത്തിയിട്ട് പോലും ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ട നടപടി സ്വീകരിച്ചില്ലെന്നും രാഹുൽ അഭിപ്രായപ്പെട്ടു. ഈ പനയമ്പാടം റോഡുമായി ബന്ധപ്പെട്ട് അതിന്റെ വ്യക്തമായ പ്രശ്നങ്ങൾ, അതിന്റെ വിഷയങ്ങൾ കേന്ദ്ര ഉപരിതല ഗതാഗത നഗരവികസന മന്ത്രാലയത്തിൽ എത്തിയിട്ടില്ല എന്നാണ് ഇവിടെ BJPക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ എംപിയും എംഎൽഎയും ഗതാഗത വകുപ്പ് മന്ത്രി അടക്കമുള്ളവർ ഇവിടെ വന്ന് സന്ദർശിച്ചു. ഗതാഗത വകുപ്പ് മന്ത്രി വന്ന് ഇവിടെ വാഹനം അദ്ദേഹം ഓടിച്ചു നോക്കി. കൃത്യമായി ഇവിടെ വിഷയം എന്താണെന്ന് അദ്ദേഹം ഇവിടെ തന്നെ പറയുണ്ടായി. പക്ഷേ ആ വിഷയം അതിൻ്റേതായ പ്രാധാന്യത്തോടെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ, കേന്ദ്ര വകുപ്പിൻ്റെ കീഴിൽ എത്തിയിട്ടുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. കാരണം പനയമ്പാടത്തെ റോഡ് ഒരു കാരണവശാലും നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് മാറാൻ പാടില്ല എന്ന് നിർബന്ധമുള്ള പോലെ ഒരു നിർബന്ധ ബുദ്ധി ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോൾ നടക്കുന്ന പണി, ഇപ്പോൾ വന്ന ഫണ്ട് 1,35,00,000 ഫണ്ട് വെറുതെ ചെലവഴിച്ച് കമ്മീഷൻ അടിക്കുക എന്നുള്ളതല്ലാതെ പനയമ്പാടത്തെ വിഷയം പരിഹരിക്കാനുള്ള ശാശ്വതമായ ഒരു പരിഹാരവും ഇവിടെ നടക്കുന്നില്ല. ഈ നടക്കുന്ന വിഷയങ്ങൾ, ഈ പണി കഴിഞ്ഞാലും അപകടങ്ങൾ കൂടുകയല്ലാതെ അപകടങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാവാൻ സാധിക്കില്ല. അതിനൊരു ശാശ്വതമായ പരിഹാരമാണ്. ഞാൻ ഈ പ്രദേശവാസിയാണ്, എൻ്റെ വീട് ഇതിൻ്റെ തൊട്ട് താഴെയാണ്. ഞാനൊക്കെ കാലത്ത് എണീക്കുമ്പോൾ തന്നെ ഈ അപകടങ്ങളാണ് കാണുന്നത്. ചില സമയങ്ങളിൽ ഈ ശബ്ദം കേട്ട് ഉറക്കത്തിൽ ഞെട്ടി ഉണർന്ന് കേൾക്കുമ്പോൾ വണ്ടി വീഴുക, വാഹനങ്ങൾ ഇടിക്കുക, വണ്ടി മറിഞ്ഞു വീഴുക എന്നുള്ള പ്രശ്നങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. അതെല്ലാം വളരെയധികം വേദനാജനകമാണ്. ഹൃദയത്തിൽ നിന്നാണ് പറയുന്നത്. പനയമ്പാടത്തെ ഈ റോഡ്, ഈ 500 മീറ്റർ പരിസര അപകട വളവ് കൃത്യമായ പരിഹാരം കണ്ടെത്തുക തന്നെ വേണം. ഈ നടക്കുന്ന പണിയിൽ എത്രത്തോളം അതിൽ ശാസ്ത്രീയത ഉണ്ട് എന്നുള്ളത് ഒരു ഗോപാലേട്ടൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു എഞ്ചിനീയറിംഗ് വിദഗ്ധൻ്റെയും എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം ആവശ്യമില്ല. കൃത്യമായൊരു സാധാരണക്കാരന് മനസ്സിലാക്കാൻ പറ്റും ഈ പനയമ്പാടത്തെ വളവിൻ്റെ പ്രശ്നം എന്താണ്, പനയമ്പാട റോഡിൻ്റെ പ്രശ്നം എന്താണെന്ന്. ആ പ്രശ്നം പരിഹരിക്കാനല്ല ഈ വിഷയത്തിൽ ഇത് ഒരു തട്ടിക്കൂട്ട് പണി നടത്തി തടി തപ്പാനാണ് ഇവിടുത്തെ അധികൃതർ ശ്രമിക്കുന്നത്. കൃത്യമായി ഈ പനയമ്പാട റോഡിൻ്റെ വിഷയം എന്താണ്, അതിൻ്റെ അലൈൻമെൻ്റ് പ്രശ്നം എന്താണ്, ഈ റോഡ് ഏത് രീതിയിൽ പണി കഴിപ്പിച്ചാൽ ഇതിൻ്റെ അപകടങ്ങൾ ഇല്ലാതാക്കാൻ കഴിയും എന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടി കേന്ദ്ര സർക്കാരിന് കീഴിൽ, കേന്ദ്ര ഉപരിതല ഗതാഗത നഗരവികസന മന്ത്രാലയത്തിന് കീഴിൽ അറിയിക്കും, എത്തിക്കും എന്നുള്ളത് ഈ അവസരത്തിൽ ഇവിടെ. റോഡിന്റെ കയറ്റമില്ലാതാക്കിയാൽ തന്നെ പകുതി അപകടം കുറയും. എന്നാൽ വോട്ട് ബാങ്കിൽ തൊട്ടു കളിക്കുവാൻ ജനപ്രതിനിധികൾ തയ്യാറാവുന്നില്ലെന്നും BJP നേതാക്കൾ വ്യക്തമാക്കി.